തന്നെ അത് കൂടി വന്ന് അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്യുകയാണ്. ആ മരണ വാർത്തയ്ക്ക് ശേഷം ഹൈദരാബാദിൽ വെച്ച് മരണപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജനാസ തിരിച്ച് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിലേക്ക് വരുന്നു എന്ന വാർത്ത വന്ന ചില സന്ദർഭങ്ങളുണ്ടായിരുന്നു. നമ്മളെല്ലാവരും വളരെ വൈകാരികമായി മാത്രം കേട്ട ചില സന്ദർഭങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ജനാസ മണ്ണാർക്കാട് ചോമേരി പള്ളിയിൽ വെച്ച് ഒരുപാടധികം ജനങ്ങൾ ഒഴുകിയെത്തിയ ആ മയ്യിദ് നമസ്കാരത്തിനുണ്ടായ ഒരു വികാരമുണ്ട്. സഹോദരങ്ങളെ, അന്ന് ആ റോഡ് സൈഡിൽ പോയ ആളുകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ ഏത് സെലിബ്രിറ്റിയാണ് മരിച്ചത്? എന്തൊരു മരണം ഉണ്ടായെന്നറിയാം, ഏത് വലിയ താരപുരുഷനാണോ മരിച്ചത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഒരു താരപുരുഷനുമല്ല, എന്നെയും നിങ്ങളെയും നമ്മളെല്ലാവരെയും പോലെയുള്ള ഒരു വ്യക്തി മാത്രമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണത്തിന് ലഭിച്ചത് ആയിരങ്ങളുടെ പ്രാർത്ഥനകളായിരുന്നു. അദ്ദേഹം ഒരു വിസ്ഡം സ്റ്റുഡൻസുകാരനായതുകൊണ്ടാണ് തീർച്ചയായും ഈ ആദർശ പ്രസ്ഥാനത്തിൻ്റെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കീഴിൽ ഈ ദഅ്വ മാർഗത്തിൽ അണിനിരന്നൊരു വ്യക്തി എന്ന നിലക്കാണ് ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അന്ത്യനിമിഷങ്ങൾ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ സുഹൃത്ത് സുലൈമാൻ അൽഹിക്കമിക്ക് അത്തരമൊരു നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ഫഹ്മിക്കയുടെ മരണവേളൻ്റെ മനസ്സിലൂടെ ഈ ഒരു സന്ദർഭത്തിൽ കടന്നു പോവുകയാണ്. ആയിരങ്ങൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ച, തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും വളരെ വൈകാരികമായി കരഞ്ഞു പ്രാർത്ഥിച്ച, അദ്ദേഹത്തെ കാണാത്തവർ, അറിയാത്തവർ. പ്രിയപ്പെട്ടവരെ, ഇതെന്തിനും ഇവിടെ സൂചിപ്പിച്ചു എന്ന് ചോദിച്ചാൽ, നേരത്തെ സൂചിപ്പിച്ച മരണം നമ്മിലേക്കൊക്കെ കടന്നെത്തും. ആ കടന്നെത്തുന്ന സന്ദർഭത്തിൽ ആയിരങ്ങളുടെ തൗഹീദുള്ള പതിനായിരങ്ങളുടെ പ്രാർത്ഥന നമുക്കും കിട്ടും. നമ്മൾ ഈ ആദർശ പ്രസ്ഥാനത്തിന് കീഴിൽ വിസ്ഡം സ്റ്റുഡൻസിന് കീഴിൽ വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ്റെ ഒരു മുന്നണി പോരാളിയായി ക്യാമ്പസിലും നമ്മുടെ നാടുകളിലുമൊക്കെ ഈ ആദർശത്തിൻ്റെ വക്താവായി മാറണം. അപ്പോൾ നമ്മുടെ മരണവേളയും ആ നിലക്ക് ധന്യമാകുമെന്നത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഘട്ടത്തിൽ അതെല്ലാം ഓർമ്മപ്പെടുത്തി. ഏതായാലും നമ്മുടെ